Welcome to Bhaskar's Engineering Maths, the world of plus point. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ MAT 101-ലുള്ള സീക്വൻസസ് ആൻഡ് സീരീസ്, അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൾട്ടിപ്പിൾ ഇന്റഗ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സും അല്ല. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ഹൈപ്പർ ഹാർമോണിക് സീരീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് തരികയാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, പി സീരീസ് ഓർ ഹൈപ്പർ ഹാർമോണിക് സീരീസ് പറയുന്ന ഒന്നെങ്കിൽ പി സീരീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പർ ഹാർമോണിക് സീരീസ്. HHS ഷോർട്ടായിട്ട് അതിന് നമ്മളെപ്പോഴും HHS എന്ന് കൊടുക്കാറുണ്ട്. HHS എന്നൊരു ഷോർട്ട് ഫോം കൊടുക്കാറുണ്ട്, നീട്ടി എഴുതാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സീരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസിന്റെ കൺവേർജൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. എ സീരീസ് ഓഫ് ദ ഫോം സിഗ്മ 1/n raised to p is equal to 1 by sigma n from 1 to infinity ആണ്. The variation is from 1 to infinity, that is 1 by 1 raised to p plus 1 by 2 raised to p plus etc. ഈ പർട്ടിക്കുലർ ഫോമിലുള്ള സീരീസിന് പറയുന്ന പേരാണ് ഹൈപ്പർ ഹാർമോണിക് സീരീസ് ഓർ പി സീരീസ്. അപ്പൊ നമുക്ക് ആ സീരീസിന്റെ കൺവേർജൻസ് എങ്ങനെയാന്ന് നോക്കാം. P series is convergent for this P greater than 1. P greater than 1 ആ സീരീസ് കൺവേർജന്റും P less than or equal to 1 ആ സീരീസ് ഡൈവേർജന്റും ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട, സീരീസ് സിഗ്മ 1/n raised to p is convergent for P greater than 1 and is divergent for P less than or equal to 1. ഇതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അപ്പോൾ ഈ P എന്താണ്? അപ്പൊ സിഗ്മ 1/n സ്ക്വയർ, സിഗ്മ 1/n സ്ക്വയർ. ഇവിടെ P യുടെ സ്ഥാനത്ത് ആരാ? P യുടെ സ്ഥാനത്ത് 2 അല്ലേ? ഇവിടെ P is equal to 2. P യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. P ഇവിടെ P is equal to 2 ആണ്, which is greater than 1. Therefore, what about the series? That is, the series is sigma 1/n square is convergent. ഇതിന് ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇനി സീക്വൻസിന്റെ സീരീസിന്റെ കൺവേർജൻസിന്റെ അകത്ത് കമ്പാരിസൺ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളതാണിത്. ഇത് ഓർത്തിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ സിഗ്മ 1/n raised to half, സിഗ്മ 1/n raised to half. അപ്പൊ P യുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? ഹാഫ് അല്ലേ? n raised to p. P is equal to half. ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is always less than 1. ലെസ് ദാനോ അല്ലെങ്കിൽ P equal to 1 വന്നാൽ എന്താണ് ഈ സീരീസ്? അപ്പൊ എന്താണ്? P less than 1 ആയതുകൊണ്ട് ഡൈവേർജന്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഈ സീരീസിനെ കുറിച്ച് ഓർക്കാനുള്ളത്. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് കുറച്ചെണ്ണം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എഴുതുക. ചെക്ക് ദ കൺവേർജൻസ് ഓഫ്, ഫസ്റ്റ് പ്രോബ്ലം ചെക്ക് ദ കൺവേർജൻസ് ഓഫ്, check the convergence of sigma n from 1 to infinity k raised to minus 2/3, k raised to minus 2/3. അപ്പോൾ k raised to or k എന്ന് പറഞ്ഞാല് നമ്മൾ k സമ്മേഷൻ കൊടുക്കുന്നത് ഈ സീരീസ് എന്ന് പറഞ്ഞാലും സിഗ്മ n from 1 to infinity n raised to minus 2/3 എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. ചിലതിൽ നമുക്ക് കെയ്ക്കാണ് സമ്മേഷൻ കൊടുക്കാറ്. 1 to infinity ആയുടെ സ്ഥാനത്ത് n വെച്ചും ചോദിക്കാം. ഞാൻ ഇവിടെ k എന്നെടുത്ത് 2 ഇപ്പൊ എഴുതിയിട്ടുണ്ട്. നമുക്ക് n വെച്ച് വേണമെങ്കിൽ നോക്കാം. നമ്മൾ പഠിച്ച സിഗ്മ n raised to p ഫോമിലുള്ളതാണ്. സിഗ്മ 1/n raised to p ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ സീരീസിന്റെ കൺവേർജൻസ് ഒന്ന് നോക്കാം. സമ്മേഷൻ 1 to infinity n raised to minus 2/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം x raised to minus 1 എന്ന് പറഞ്ഞാൽ 1/x അല്ലേ? അപ്പോൾ സിഗ്മ 1 n raised to minus 2/3 നമുക്ക് എന്ന് എഴുതാം. അത് ഡിനോമിനേറ്ററിലേക്ക് എഴുതിയാൽ സിഗ്മ n raised to 2/3 എന്നല്ലേ? -1 ആണെങ്കിൽ ഡിനോമിനേറ്റർ എഴുതിയാൽ x raised to +1 ആകും. അതുപോലെ ഇത് -2/3 ആണ്, ഡിനോമിനേറ്റർ എഴുതുക n raised to +2/3. അപ്പോൾ ഇത് ഏത് ഫോമിലാ നോക്കിക്കേ? ദിസ് സീരീസ് ഓഫ് ദി ഫോം which is of the form sigma 1/n raised to p. This series is of the form sigma 1/n raised to p
where p is equal to here, where p is equal to ഇവിടെ n raised to p, that is p is equal to 2 by 3. What about 2 by 3? We know that here p is equal to 2 by 3. 2 by 3. എപ്പോഴും ഓർക്കേണ്ടത് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുത്. ഡിനോമിനേറ്റർ വലുത് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ 1. ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ഓൾവേസ് ലെസ് ദാൻ 1, which implies this is a series of the form sigma 1 by n raised to p, where p is less than 1. p is less than 1. Less than 1 ആവുമ്പോൾ എന്താണ്? This series is p less than 1 in എന്താണ്? The given series is divergent. ഇതാണ് നമുക്ക് ആ സീരീസിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ ഈസ് സിഗ്മ 1 by cube root of n raised to 5. Cube root of n raised to 5. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. that is cube root of 1 by n raised to 5 ന്റെ cube root എന്ന് പറഞ്ഞാൽ അർത്ഥം 1 by n raised to 5 whole raised to 1 by 3 എന്നാണ്. സാധാരണ നിങ്ങൾക്കറിയാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നാണ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ നിങ്ങൾ എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതും. അങ്ങനെയാണ് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ആരാ? എക്സ് റേസ് ടു ദാറ്റ് ക്വാണ്ടിറ്റി റേസ് ടു 1 by 3 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളാരാ? എക്സ് റേസ് ടു 1 by 3 അല്ലേ? അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് n റേസ് ടു 5 എന്ന് പറഞ്ഞാൽ n റേസ് ടു 5 ഹോൾ റേസ് ടു 1 by 3. അപ്പോൾ ഇതെത്ര വരും? a റേസ് ടു m whole raised to n is equal to a raised to m into n. അപ്പോൾ ഇതെങ്ങനെയാവും? 1 by n raised to 5 into 1 by 3 m into n, that is 1 by n raised to 5 by 3 എന്നാകും. that is 1 by n raised. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ 1 to infinity 1 by n raised to 5 by 3. അപ്പോൾ ഇത് ഏത് ഫോമിലായി? സിഗ്മ 1 by n raised to, ഇത് p യുടെ സ്ഥാനത്ത് നിങ്ങൾ അസ്യൂം ചെയ്തേ. therefore which is of the form sigma 1 by n raised to p with p is equal to 5 by 3. ഞാൻ പറഞ്ഞു ന്യൂമറേറ്റർ വലുതാണെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ന്യൂമറേറ്റർ ആണ് വലുതെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ലെസ് ദാൻ 1 എന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾ. 5 by 3 വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. therefore which is a hyperharmonic series with p greater than 1. that is the given series is a hyperharmonic series with p greater than 1. p greater than 1 ആണെങ്കിൽ എന്താ? hyperharmonic series with p greater than 1 ആണെങ്കിൽ that series is convergent. നമുക്ക് convergent ആണ് കിട്ടി. hyperharmonic series with p greater than 1. third question നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് convergent ആണ് കിട്ടി. ആദ്യത്തെ divergent ആയിരുന്നേ. next question sigma n from 1 to infinity 1 by k raised to e. k raised to e എന്ന് പറഞ്ഞാൽ which is always greater than 1 ഓർക്കണം. 1 by e വരുന്നെങ്കിൽ less than 1 ആയിരിക്കും. e greater than 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് n വെച്ച് എഴുതണമെങ്കിൽ n വെച്ച് എഴുതാം. സിഗ്മ 1 by n raised to e. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. k ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. n raised to e. ഇത് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? സിഗ്മ 1 by n raised to p. ഈ p യുടെ സ്ഥാനത്ത് e അല്ലേ? സിഗ്മ 1 by n raised to p which is അല്ലെങ്കിൽ which is a hyperharmonic series with p is equal to ആരാ? e. p യുടെ വാല്യൂ e which is always greater than 1. p is always greater than 1. therefore which implies the given series is a hyperharmonic series with p greater than 1 is always convergent. therefore the given series is convergent. അപ്പോൾ നമുക്ക് p greater than 1 ആണ്. therefore this series is also convergent. ഇതെല്ലാം എഴുതിയെടുത്ത് നിങ്ങൾ പഠിച്ചോണം.
ഇതെന്തൊക്കെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ആ ഒരു മാർക്കായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കുന്നത്. അതുകൊണ്ട് അത് ഓർത്തോണം. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, എ പാർട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ അടുത്ത കമ്പാരിസൺ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഹൈപ്പർ ഹാർമോണിക് സീരീസിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. ഇനി നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ നോക്കാം കേട്ടോ. അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1 + 1/8 raised to 2/3, 1/21 raised to 2/3, 1/64 raised to 2/3. അപ്പൊ നമുക്ക് 8 raised to 2/3 നമുക്ക് സീരീസിന്റെ ഫോം അറിയാം. 1 raised to p, 2 raised to p, 3 raised to p. ആ ഓർഡറിൽ പോണം. 1, 2, 3 ആ ഓർഡർ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനെ നമുക്ക് 1, 2, 3 അപ്പൊ സീരീസിന്റെ ഫോം എപ്പോഴും ആലോചിക്കേണ്ടത് സിഗ്മ 1/n raised to p എന്ന് പറഞ്ഞാൽ എന്നിന് 1 to infinity കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈം നിർബന്ധമായിട്ട് ഏത് തന്നെ വേണം? 1/1 raised to p ഏതും ആവാം, 1 തന്നെ വേണം. അടുത്ത ടൈം എന്താവണം? 1/2 raised to p വരാം. p ഏതും ആയിക്കോട്ടെ 2 raised to എന്നായിരിക്കണം. അടുത്ത ടൈം 1/3 raised to എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ പിയുടെ വാല്യൂ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ 8, ഇവിടെ 21, ഇവിടെ 6 അങ്ങനെ പാടില്ല. 1 ആദ്യത്തത് ഓക്കെ 1 ആണ്. അടുത്ത എന്താണ്? 2 വരണം, 3 വരണം, ഇവിടെ 4 ആ ഒരു ഓർഡറിൽ നമുക്ക് വരണം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ 8 raised to 2/3 എന്ന് പറഞ്ഞാൽ 8 raised to 2/3, 8 raised to 2/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8, അതായത് ക്യൂബ് റൂട്ട് ബൈ 3 എന്ന് പറഞ്ഞാൽ ഇതാണ് റൂട്ടിനെ ഡിസൈഡ് ചെയ്യുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8 ഇത് നമ്മൾ മുമ്പേ ചെയ്തായിരുന്നു. ഹോൾ സ്ക്വയർ എന്നർത്ഥം. ക്യൂബ് റൂട്ട് ഓഫ് താഴെയുള്ളത് റൂട്ട് ഏതാണ് ഡിസൈഡ് ചെയ്യും. ഇത് ദിസ് ഫുൾ ക്വാണ്ടിറ്റി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാ? 8ന്റെ ക്യൂബ് റൂട്ട് ആരാ? 2 അല്ലേ? അപ്പോൾ 2 സ്ക്വയർ. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എഴുതാം. 21 raised to 2/3 എന്തെഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 21 ഹോൾ സ്ക്വയർ. അതായത് താഴെയുള്ളത് റൂട്ട് റാഡിക്കൽ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ക്യൂബ് റൂട്ട് ഓഫ് ഇത് ഹോൾ സ്ക്വയർ ആണോ ഹോൾ ക്യൂബ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. ഹോൾ റൈസ് ടു 2. ക്യൂബ് റൂട്ട് ഓഫ് 21 ആരാ? 3 അല്ലേ? 3 raised to 2, 3 സ്ക്വയർ. അതുപോലെ തന്നെ ആരാ? 64 raised to 2/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 64 that is cube root of 64 that whole square. Cube root of 64 എന്ന് പറഞ്ഞാൽ ആരാ? 4 അല്ലേ? that is 4 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ സീരീസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? that is 1/8 raised to 2/3 plus 1/21 raised to 2/3 plus 1/64 raised to 2/3 plus etc. is equal to 1 plus 1/8 raised to 2/3 ക്ക് പകരം എന്താന്ന് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 1/2 സ്ക്വയർ plus 1/21 raised to 2/3 ക്ക് പകരം നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. 1/3 സ്ക്വയർ plus 64 raised to 2/3 ക്ക് പകരം നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. that is 1/4 സ്ക്വയർ plus etc. അല്ലേ? പ്ലസ് എക്സെട്ര ഇങ്ങനെ ഈ രീതിയിൽ പോകും. അപ്പൊ ഈ സീരീസും ഇതോടെ ഒന്ന് കമ്പയർ ചെയ്ത് സിഗ്മ 1/n raised to p യും ഇതോടെ ഒന്ന് കമ്പയർ ചെയ്ത് 1 plus 1 raised to p. ഈ 1നെ നമുക്ക് 1/1 raised to 2 എന്ന് എഴുതാമല്ലോ. 1/2 1 raised to 2 എന്ന് എഴുതിയ ശരിയല്ലേ ഇത്? പിന്നെ 2 raised to p that is 2 raised to 2, 3 raised, അതായത് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് പോകണം. ഇത് 1, 2, 3, 4 ഫിക്സ്ഡ് ആയിരിക്കണം, അത് തന്നെ ആയിരിക്കണം. അപ്പോൾ നോക്കിക്കേ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? 2 raised to 2, അടുത്ത 3 raised to 2, അടുത്ത 4 raised to 2. p യുടെ സ്ഥാനത്ത് ആരാ? p is equal to 2. അപ്പോൾ ഇതും എന്ത് തരം സീരീസ് തന്നെയാ? this is also a hyperharmonic series. Therefore, which is a hyperharmonic series with p യുടെ വാല്യൂ എത്രയാ? p is equal to 2. p യുടെ വാല്യൂ 2 ആണ്, which implies what's your conclusion? p യുടെ value which is always greater than 1, 2 which is greater than 1. Therefore, the given series is convergent. Therefore, the given series is convergent. Next, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എഴുതാം. 5th ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. സിഗ്മ 1/√k. ഇതെനിക്ക് ഒത്തിരി ആവശ്യം വരുന്നത് സീരീസ് ആണ്. സിഗ്മ 1/√k
ഡിസ്കസ് ഇറ്റ്സ് കൺവേർജൻസ് സിഗ്മ 1 by root k. That is, ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ സിഗ്മ 1 to infinity ആണേ. That is സിഗ്മ 1 to infinity 1 by root x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. root x എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു x raised to half. അങ്ങനെയാണെങ്കിൽ റൂട്ട് k എന്ന് പറഞ്ഞാൽ k raised to half അല്ലെ, k raised to half. That is sigma 1 by n raised to p. That is k raised to some p യുടെ വാല്യൂ ആരാ, this is p. അപ്പോൾ which is of the form, which is a അല്ലെങ്കിൽ which is a hyperharmonic series with p is equal to half. Half is less than 1. So the given series is p less than 1 ആണെങ്കിൽ എന്താ, the given series is divergent. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സിഗ്മ 1 by n സിഗ്മ 1 by root k root n സിഗ്മ 1 by root n എന്ന് ഓർത്താലും മതി. അത് കൺവേർജന്റ് ആയിരിക്കും, ഡൈവേർജന്റ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മറന്നു വരുന്നത് ഒത്തിരി ആവശ്യമുള്ള വരുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ വരുന്നുണ്ട് സിഗ്മ 1 by n. വാട്ട് അബൌട്ട് ദിസ് സീരീസ് സിഗ്മ 1 by n. സിഗ്മ 1 by n എന്ന് പറയുന്ന ആരാ, വിച്ച് ഈസ് n raised to p യുടെ സ്ഥാനത്ത് 1 അല്ലേ, വിച്ച് ഈസ് എ ഹൈപ്പർ ഹാർമോണിക് സീരീസ് വിത്ത് p യുടെ സ്ഥാനത്ത് ആരാ, സിഗ്മ 1 by n raised to 1. അത് ഒത്തിരി ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. p is equal to 1 അല്ലേ, p യുടെ സ്ഥാനത്ത് 1 അല്ലേ, p യുടെ സ്ഥാനത്ത് 1 വന്നാൽ എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. p യുടെ വാല്യൂ 1 വന്നാലും എന്താണ്, ഡൈവേർജന്റ് ആണ്. Therefore is a hyperharmonic series with p equal to 1. Therefore the given series is divergent. അപ്പോൾ നമുക്ക് സിഗ്മ n 1 by n വന്നാലും സിഗ്മ 1 by root n വന്നാലൊക്കെ ഡൈവേർജന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുന്നതാണ് ഹൈപ്പർ ഹാർമോണിക് സീരീസിന്റെ തിയറി വെച്ച്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഹൈപ്പർ ഹാർമോണിക് സീരീസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ആപ്ലിക്കേഷൻ ഒരുപാടുള്ളൊരു സീരീസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.